ഹലോ, ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളായാലോ. രാവിലെ തന്നെ കാപ്പി ഇട്ടത് ഇച്ചിരി മധുരം കൂടിപ്പോയിട്ടോ. അതിനകത്ത് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു. പിന്നെ ഇന്ന് നൂൽപുട്ടും ഗ്രീൻ പീസ് കറിയാണ്. അതിനുള്ള മാവൊക്കെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ചധികം പാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി പാത്രമൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളെ നൂൽപുട്ടും ഗ്രീൻ പീസ് കറിക്കുള്ള ഗ്രീൻ പീസൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അതിനെ കറിക്കുള്ള ഇതൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നൂൽപുട്ടും ആയിട്ടുണ്ട് കേട്ടോ. സാധാരണ സൺഡേ ഞങ്ങൾ രാവിലെ എവിടെയെങ്കിലും പോവാറാണ് പതിവ്. പക്ഷേ ഇന്ന് എവിടെയും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാം വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു നൂൽപുട്ടും ഗ്രീൻ പീസ് കറിയും നല്ല ചൂട് ചായയൊക്കെ കൂട്ടി രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മോന് ചായ കൊടുക്കുക. കാരണം അവന് ചായ കൊടുക്കാൻ നമുക്ക് കുറച്ചധികം സമയം വേണം. അപ്പോൾ അവനും ചായയൊക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ സിങ്ക് ഓൾമോസ്റ്റ് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഫുള്ളങ്ങ് കഴുകി വെക്കാമെന്ന്. സാധാരണ ഏട്ടനാണ് കഴുകി വെക്കാറ്. ഇന്ന് ഏട്ടന് കുറച്ച് പുറത്തുകൂടിയുള്ള പണികളൊക്കെ ഉണ്ട്. കുറച്ച് ചപ്പ് വെട്ടാനും മുറ്റം ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി സിങ്കൊക്കെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ റോബസ്റ്റ പഴം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. നല്ല മധുരമാണ് കേട്ടോ. പിന്നെ ഉച്ചത്തേക്ക് നമ്മുടെ കപ്പളങ്ങേൻ്റെയും ക്യാരറ്റിൻ്റെയും തോരനും അതേപോലെ കപ്പളങ്ങയും പരിപ്പും കൂടിയിട്ട് ഒരു കറിയും കൂടിയാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ഈങ്ങാപ്പുഴയ്ക്ക് പോവുകയാണ് കേട്ടോ. അവിടേക്ക് എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ മോനിപ്പോൾ നഴ്സറിയിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവന് കുറച്ച് ട്രൗസറൊക്കെ വേണമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇതിന് മുമ്പ് ഈങ്ങാപ്പുഴയിൽ നിന്ന് താമരശ്ശേരിക്ക് വരുന്ന വഴിക്ക് ഒരു തിരുപ്പൂർ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു ഷോപ്പ്. അവിടെ നിന്നാണ് കേട്ടോ വാങ്ങുന്നത്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ കുറച്ച് ട്രൗസറുകളൊക്കെ വാങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു ഫ്രൂട്ട് സലാഡും ഐസ്ക്രീമൊക്കെ കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ.